Okay, dear students, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ സെക്കൻഡ് ഇയർ 6th ചാപ്റ്ററായ ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് യൂസിങ് ജാവാസ്ക്രിപ്റ്റ് എന്നതിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. ഓക്കെ, അതിൽ ഫസ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യുന്ന ഓപ്പറേറ്റേഴ്സാണ്. ഓപ്പറേറ്റേഴ്സിനെ കുറിച്ച് നമുക്ക് വളരെയധികം ഫെമിലിയർ ആണ്. നമ്മൾ C++ ലാംഗ്വേജ് പഠിച്ചപ്പോൾ എല്ലാവിധ ഓപ്പറേറ്റേഴ്സും നമ്മളത് ഡിസ്കസ് ചെയ്തതാണ്. സെയിം ഓപ്പറേറ്റേഴ്സാണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതിൽ ഫസ്റ്റ് അരിത്തമാറ്റിക് ഓപ്പറേറ്റേഴ്സ്. നമുക്കറിയാം ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ്. ഓക്കെ, അഡീഷൻ വരും, സബ്ട്രാക്ഷൻ വരും, മൾട്ടിപ്ലിക്കേഷൻ, അങ്ങനത്തെ എല്ലാ ഓപ്പറേഷൻസാണ് അരിത്തമാറ്റിക്കൽ ഓപ്പറേറ്റേഴ്സിൽ വരുന്നത്. അപ്പോൾ നമുക്കിവിടെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ഇഫ് x ഈക്വൽ ടു 5 ആൻഡ് y ഈക്വൽ ടു 2. ഓക്കെ, എക്സിൻ്റെ വാല്യൂ 5 ആണ് വിചാരിച്ചോളൂ, വൈയുടെ വാല്യൂ 2 ആണ് വിചാരിച്ചോളൂ. അങ്ങനെയാണെങ്കിൽ താഴെ പറയുന്ന ഓപ്പറേഷൻസ് എങ്ങനെ വർക്ക് ചെയ്യുമെന്ന് നമുക്ക് അറിയുന്ന കേസാണ്. നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഓപ്പറേറ്റേഴ്സ് ഇതാണ്. പ്ലസ് അഡീഷൻ എന്ന നെയിം വരും. എക്സാമ്പിൾ x പ്ലസ് 5, എക്സാമ്പിൾ x പ്ലസ് y, അതായത് 5 പ്ലസ് 2 ഈക്വൽ ടു 7. സെയിം ആസ് സബ്ട്രാക്ഷൻ ഓപ്പറേഷനാണ്. x മൈനസ് y, അതായത് 5 മൈനസ് 2 3. ദെൻ മൾട്ടിപ്ലിക്കേഷൻ ഓപ്പറേഷനാണ്. x ഇൻറ്റു y, ദാറ്റ് ഈസ് 5 ഇൻറ്റു 2 10. ദെൻ ഡിവിഷൻ ഓപ്പറേഷനാണ്. x ഡിവൈഡ് ബൈ y, അതായത് 5 ഡിവൈഡ് ബൈ 2 2.5. ഓക്കെ, ദെൻ നെക്സ്റ്റ് മോഡുലസ് ഓപ്പറേഷനാണ്. x mod y, that means 5 mod 2 equal to 1. റിമൈൻഡർ എടുക്കാൻ വേണ്ടി ഒരു നമ്പറിനെ മറ്റു നമ്പർ ഡിവൈഡ് ചെയ്ത് റിമൈൻഡർ എടുക്കാൻ വേണ്ടി യൂസ് ചെയ്യണം മോഡുലസ് ഓപ്പറേറ്റർ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ ഇവിടെ 5നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യും, എന്നിട്ട് റിമൈൻഡർ എടുക്കും. ഓക്കെ, അതാണ് മോഡുലസ് ഓപ്പറേറ്റർ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സെയിം ആസ് ഇൻക്രിമെൻ്റ് ഓപ്പറേറ്റർ. പ്ലസ് പ്ലസ് എക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലസ് പ്ലസ് 5, അപ്പോൾ 6. ഓക്കെ, നെക്സ്റ്റ് എക്സ് പ്ലസ് പ്ലസ്, അതായത് 5 പ്ലസ് പ്ലസ് 5. ഓക്കെ, ഇവിടെ രണ്ട് ഓപ്പറേഷൻസ് ഉണ്ട്. പോസ്റ്റ് ഇൻക്രിമെൻ്റ് ഉണ്ട്, പ്രീ ഇൻക്രിമെൻ്റ് ഉണ്ട്. ഓക്കെ, നമ്മുടെ ഡിഫറൻസ് ഫസ്റ്റ് ഇവിടെ ഓപ്പറേഷൻ പെർഫോം ചെയ്യും, പിന്നെ വാല്യൂ യൂസ് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് ഇവിടെ ആദ്യം വാല്യൂ യൂസ് ചെയ്യും, ദെൻ ഓപ്പറേഷൻ പെർഫോം ചെയ്യും. ഓക്കെ, സോ ആദ്യം വാല്യൂ യൂസ് ചെയ്യുന്നതുകൊണ്ട് റിസൾട്ട് എന്തായിരിക്കും? 5 ആയിരിക്കും. ഇവിടെ സംഭവിക്കുന്നത് ആദ്യം ഓപ്പറേഷൻ പെർഫോം ചെയ്യും, 5നോട് 1 ആഡ് ചെയ്യും. ഓക്കെ, എന്നിട്ടാണ് വാല്യൂ യൂസ് ചെയ്യുന്നത്. അപ്പോൾ റിസൾട്ട് എന്തായിരിക്കും? 6 എന്നായിരിക്കും. ഓക്കെ, പ്രീഫിക്സ് ആൻഡ് പോസ്റ്റ് ഫിക്സ്, രണ്ട് ടൈപ്പ് ഓപ്പറേഷൻ. സെയിം ആസ് ഡിക്രിമെൻറ്റും അതുപോലെ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇതെല്ലാം നമ്മൾ C++ ലാംഗ്വേജ് ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ, നെക്സ്റ്റ് അസൈൻമെൻറ്റ് ഓപ്പറേഷൻ. ഫോർ സ്റ്റോർ വാല്യൂ ഇൻ ടു എ വാരിയബിൾ. അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു വാരിയബിളിലേക്ക് വാല്യൂ സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടിയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ ഇതാണ്. ഈക്വൽ ടു, അത് സെപ്പറേറ്റ് ക്ലാസിഫിക്കേഷൻ ഉണ്ട് അതിനകത്ത്. ഓക്കെ, A ഈക്വൽ ടു 10 ആൻഡ് B ഈക്വൽ ടു 3. എയിലേക്ക് 10 പ്രൊവൈഡ് ചെയ്തു, ബിയിലേക്ക് 3 പ്രൊവൈഡ് ചെയ്തു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ താഴെ പറയുന്ന ഓപ്പറേഷൻസ് എങ്ങനെ പെർഫോം ചെയ്യും എന്നാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഈക്വൽ ടു അസൈൻമെൻറ്റ് ഓപ്പറേഷൻ പറയും. A ഈക്വൽ ടു B എന്ന് വെച്ചാൽ A ഈക്വൽ ടു 3. എയിലേക്ക് B അസൈൻ ചെയ്യണം. ബിയുടെ വാല്യൂ 3 ആണ്, അപ്പോൾ എയിലേക്ക് 3 എന്ന വാല്യൂ അസൈൻ ചെയ്യും. അപ്പോൾ എയുടെ വാല്യൂ എന്തായിരിക്കും? 3 ആയിരിക്കും. നെക്സ്റ്റ് പ്ലസ് ഈക്വൽ ടു ആഡ് ആൻഡ് അസൈൻ. ഒരേ സമയം ആഡ് ചെയ്യും, അതിൻ്റെ കൂടെ അസൈൻമെൻറ്റ് ഓപ്പറേഷൻ പെർഫോം ചെയ്യും. ദാറ്റ് മീൻസ് A പ്ലസ് ഈക്വൽ ടു B, A പ്ലസ് ഈക്വൽ ടു 3. ഓക്കെ, അപ്പോൾ എയുടെ വാല്യൂ എന്തായിരിക്കും? 10 ആയിരിക്കും. ഓക്കെ, 10നോട് B ആഡ് ചെയ്യും, എന്നിട്ട് എയിലേക്ക് അസൈൻ ചെയ്യും. വൺസ് അഗെയിൻ 10നോട് എയുടെ വാല്യൂയോട് 3 ആഡ് ചെയ്യും, എന്നിട്ട് അത് എയിലേക്ക് തന്നെ അസൈൻ ചെയ്യും. ഓക്കെ, എയുടെ വാല്യൂ 10 ആണ്, അപ്പോൾ 10 പ്ലസ് 3 ഈക്വൽ ടു 13. അതെങ്ങോട്ട് അസൈൻ ചെയ്യും? എയിലേക്ക് തന്നെ അസൈൻ ചെയ്യും. അപ്പോൾ എയുടെ വാല്യൂ എന്തായിരിക്കും? 13 ആയിരിക്കും. ഓക്കെ, സെയിം ആസ് ഈ മൈനസ് ഈക്വൽ ടു സബ്ട്രാക്ഷൻ ആൻഡ് അഡീഷൻ. ഒരേ സമയം സബ്ട്രാക്ട് ചെയ്യും, അതിനുശേഷം അസൈൻ ചെയ്യും. ഓക്കെ, A ഈക്വൽ ടു B എന്ന് വെച്ച് കഴിഞ്ഞാൽ
എയുടെ വാല്യൂ 10 ആണ്. 10 നിന്ന് 3 മൈനസ് ചെയ്യും, എന്നിട്ട് എയിലേക്ക് തന്നെ അസൈൻ ചെയ്യും. അപ്പോൾ റിസൾട്ട് എന്തായിരിക്കും? 7 ആയിരിക്കും. പിന്നെ മൾട്ടിപ്പിൾ ഈക്വൽ ടു മൾട്ട് ആൻഡ് അസൈൻമെന്റ് ഓപ്പറേഷൻ. ഓക്കെ, എയുടെ വാല്യൂയോട് ബി മൾട്ടിപ്പിൾ ചെയ്യും, എന്നിട്ട് എയിലേക്ക് അസൈൻ ചെയ്യും. ഓക്കെ, എയുടെ വാല്യൂ 10 ആണ്. 10 ഇൻറ്റു ബിയുടെ വാല്യൂ 3 ആണ്. 10 ഇൻറ്റു 3 ഈക്വൽ ടു 30. എങ്ങോട്ട് അസൈൻ ചെയ്യും? എയിലേക്ക് അസൈൻ ചെയ്യും. എയുടെ വാല്യൂ 30 എന്നായിരിക്കും. ഡിവിഷൻ ഓപ്പറേഷൻ ആൻഡ് അസൈൻ. എ ഡിവൈഡ് ബൈ ബി എന്ന് വെച്ച് കഴിഞ്ഞാൽ എ 10 ആണ്. 10നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യും, എന്നിട്ട് ഡിവൈഡ് ചെയ്ത വാല്യൂ എയിലേക്ക് തന്നെ അസൈൻ ചെയ്യും. ഓക്കെ, ഒരേ സമയം ഡിവിഷൻ, അതേസമയം അസൈൻമെന്റ് ഓപ്പറേഷൻ പെർഫോം ചെയ്യും. ഓക്കെ, ദെൻ റിസൾട്ട് എയുടെ വാല്യൂ 3.33 എന്നായിരിക്കും. ഓക്കെ, ദെൻ നെക്സ്റ്റ് മോഡുലസ് ആൻഡ് അസൈൻമെന്റ് ഓപ്പറേഷൻ. ഓക്കെ, എയുടെ വാല്യൂവിനെ ബിയുടെ വാല്യൂ കൊണ്ട് മോഡ് ചെയ്യിക്കും, എന്നിട്ട് റിസൾട്ട് എങ്ങോട്ട് സ്റ്റോർ ചെയ്യും? എയിലേക്ക് തന്നെ സ്റ്റോർ ചെയ്യും. ദെൻ എ മോഡ് ഈക്വൽ ടു 3 എന്ന് വെച്ച് കഴിഞ്ഞാൽ 10 ആണ് എയുടെ വാല്യൂ. 10നെ 3 കൊണ്ട് മോഡ് ചെയ്യും, എന്നിട്ട് റിസൾട്ട് എങ്ങോട്ട് അസൈൻ ചെയ്യും? എയിലേക്ക് തന്നെ അസൈൻ ചെയ്യും. അപ്പോൾ റിസൾട്ട് റിമൈൻഡർ ആയിട്ട് 1 കിട്ടും. ഓക്കെ, ഇതാണ് അസൈൻമെന്റ് ഓപ്പറേഷൻ. ഓക്കെ, നെക്സ്റ്റ് റിലേഷൻ ഓപ്പറേറ്റേഴ്സ് ആണ്. റിലേഷൻ ഓപ്പറേറ്റേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്ന രണ്ട് വാല്യൂസിനെ പരസ്പരം കമ്പയർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ, ടു കമ്പയർ വാല്യൂസ് ഇറ്റ്സ് റിസൾട്ട് വിൽ ബി ബൂളിയൻ. രണ്ട് വാല്യൂ തന്നെ കമ്പയർ ചെയ്ത്, രണ്ട് വാല്യൂവിനെ പരസ്പരം കമ്പയർ ചെയ്ത് റിസൾട്ട് ഒന്നില്ലെങ്കിൽ ട്രൂ ആവാം, അല്ലെങ്കിൽ ഫാൾസ് ആകാം. ഓക്കെ, ആ രീതിയിൽ പെർഫോം ചെയ്യാൻ വേണ്ടി റിലേഷൻ ഓപ്പറേറ്റേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നു. ഓക്കെ, ഇവിടെ എക്സാമ്പിൾ എ ഈക്വൽ ടു 10 ബി ഈക്വൽ ടു 3. എയുടെ വാല്യൂ 10 ആൻഡ് ബിയുടെ വാല്യൂ 3 ആണെങ്കിൽ താഴെ പറയുന്ന ഓപ്പറേഷൻസ് ഇങ്ങനെ പെർഫോം ചെയ്യും. ഓക്കെ, റിലേഷൻ ഓപ്പറേറ്റേഴ്സ് നമുക്കറിയാം. ഈക്വൽ ടു, നോട്ട് ഈക്വൽ ടു, ലെസ് ദാൻ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ആൻഡ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു. ഇത്രയാണ് റിലേഷൻ ഓപ്പറേറ്റേഴ്സ് വരുന്നത്. ഓക്കെ, എല്ലാവരുടെയും നമുക്കറിയാം. ഇനി ഈക്വൽ ടു പെർഫോം ചെയ്യുന്നത് എ ഈക്വൽ ടു ബി. എയുടെ വാല്യൂ 10 ആണ്, ബിയുടെ വാല്യൂ 3 ആണ്. അപ്പോൾ എ ഈക്വൽ ടു ബി എന്ന് പറഞ്ഞാൽ 10 ഈക്വൽ ടു 3. ഓക്കെ, 10 ഒരിക്കലും 3ക്ക് ഈക്വൽ അല്ല. അപ്പോൾ തീർച്ചയായിട്ടും റിസൾട്ട് എന്തായിരിക്കും? ഫാൾസ് ആണ്. ഓക്കെ, അതുപോലെ നോട്ട് ഈക്വൽ ടു എ നോട്ട് ഈക്വൽ ടു ബി, 10 നോട്ട് ഈക്വൽ ടു 3. അപ്പോൾ അത് ട്രൂ ആയിരിക്കും, കാരണം 10 ഒരിക്കലും 3ക്ക് ഈക്വൽ ആവില്ല. ഓക്കെ, അപ്പോൾ റിസൾട്ട് ട്രൂ. നെക്സ്റ്റ് എ ലെസ് ദാൻ ബി. എയുടെ വാല്യൂ 10 ആണ്, ബിയുടെ വാല്യൂ 3 ആണ്. 10 3ക്ക് താഴെയാണെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതെന്തായിരിക്കും? ഫാൾസ് ആയിരിക്കും. ഓക്കെ, ദെൻ എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു. 10ന്റെ വാല്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3. 10 3യേക്കാൾ താഴെയോ അല്ലെങ്കിൽ ഈക്വലോ ആണ്. അപ്പോൾ അതും എന്തായിരിക്കും? റിസൾട്ട് ഫാൾസ് ആയിരിക്കും. ഓക്കെ, അടുത്തത് ഗ്രേറ്റർ ദാൻ. 10 ഗ്രേറ്റർ ദാൻ 3. 10 ഗ്രേറ്റർ ദാൻ 3 എന്ന് വെച്ച് കഴിഞ്ഞാൽ 10 എപ്പോഴും 3ക്ക് മുകളിലായിരിക്കും. അപ്പോൾ റിസൾട്ട് ട്രൂ ആയിരിക്കും. നെക്സ്റ്റ് 10 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3. അതും എന്തായിരിക്കും? ട്രൂ ആയിരിക്കും. ഇത്രയാണ് റിലേഷൻ ഓപ്പറേറ്റേഴ്സ് വരുന്നത്. അടുത്ത ഓപ്പറേഷൻ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്. ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത് രണ്ട് റിലേഷൻ ഓപ്പറേറ്റേഴ്സിനെ പരസ്പരം കമ്പൈൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യും. ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് നമ്മൾ യൂസ് ചെയ്യും. ഓക്കെ, ഇതിൻ്റെ റിസൾട്ട് എന്തായിരിക്കും? ട്രൂ അല്ലെങ്കിൽ ഫാൾസ് എന്ന ബൂളിയൻ വാല്യൂ ആയിരിക്കും. ഓക്കെ, ദെൻ എക്സാമ്പിൾ നോക്കാം. എ ഈക്വൽ ടു ട്രൂ. എയിലേക്ക് ട്രൂ കൊടുത്തിട്ടുണ്ട്, ബിയിലേക്ക് ഫാൾസ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് വരുന്നത് ആൻഡ് ഓപ്പറേഷൻ, ഓർ ഓപ്പറേഷൻ, നോട്ട് ഓപ്പറേഷൻ. ഇത്രയാണ് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, വൺസ് അഗൈൻ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സിൻ്റെ യൂസേജ് ഓർത്തിരിക്കുക. രണ്ട് റിലേഷൻ ഓപ്പറേറ്റേഴ്സിനെ പരസ്പരം കമ്പൈൻ ചെയ്യാൻ, ജോയിൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതിൽ ഫസ്റ്റ് ആൻഡ് ആണ്. എ ആൻഡ് ബി എന്ന് വെച്ചാൽ ട്രൂ ആൻഡ് ഫാൾസ്. തീർച്ചയായും എന്തായിരിക്കും? ഫാൾസ് ആയിരിക്കും. ഓക്കെ, ദെൻ ഓർ ഓപ്പറേഷൻ. ട്രൂ ഓർ ഫാൾസ്. തീർച്ചയായിട്ടും എന്തായിരിക്കും? ട്രൂ ആയിരിക്കും. ഓക്കെ, ദെൻ നോട്ട് ഓപ്പറേഷൻ. നോട്ട് എ എന്ന് വെച്ച് കഴിഞ്ഞാൽ നോട്ട് ട്രൂ. ട്രൂ അല്ല എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും എന്തായിരിക്കും? ഫാൾസ് ആയിരിക്കും. ഇതാണ് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് വരുന്നത്. ഓക്കെ, ഇതിൻ്റെ ഓപ്പറേഷൻസ് ഒക്കെ നമ്മൾ C++ൽ പഠിച്ചതാണ്. ഓക്കെ, അടുത്തത് സ്ട്രിംഗ് അഡീഷൻ ഓപ്പറേറ്ററാണ്. സ്ട്രിംഗ് അഡീഷൻ ഓപ്പറേറ്റർ നമ്മൾ പ്ലസ് എന്ന ഓപ്പറേറ്റർ നമ്മൾ ജാവാസ്ക്രിപ്റ്റിൽ യൂസ് ചെയ്യുന്നു. എന്താണെന്ന് നോക്കാം. നോർമലി ദി പ്ലസ് ഓപ്പറേറ്റേഴ്സ് ഈസ് യൂസ് ടു ആഡ് ടു നമ്പേഴ്സ്. നോർമൽ കേസിൽ പ്ലസ് ഓപ്പറേറ്റർ നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? രണ്ട് നമ്പേഴ്സിനെ പരസ്പരം ആഡ് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്.
But in JavaScript, the same operator can use to add or combine two strings together. But JavaScript നമുക്ക് ഈ പ്ലസ് ഓപ്പറേറ്റർ യൂസ് ചെയ്തിട്ട് രണ്ട് സ്ട്രിങ്ങിനെ പരസ്പരം കമ്പൈൻ ചെയ്യാൻ സാധിക്കും. ഓക്കെ, അതിന് മറ്റൊരു പേര് പറയുന്നത് കോൺകാറ്റനേഷൻ ഓപ്പറേറ്റർ. വൺസ് അഗൈൻ, കോൺകാറ്റനേഷൻ ഓപ്പറേഷൻ, അതായത് രണ്ട് സ്ട്രിങ്ങിനെ പരസ്പരം കമ്പൈൻ ചെയ്യാൻ വേണ്ടി, ജോയിൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഓപ്പറേറ്ററാണ് കോൺകാറ്റനേഷൻ ഓപ്പറേഷൻ. ഓക്കെ, അതിന് എക്സാമ്പിൾ നോക്കാം. where x, y രണ്ട് വാരിയബിൾ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, എക്സ് ഈക്വൽ ടു വെൽക്കം എന്ന സ്ട്രിങ് പ്രൊവൈഡ് ചെയ്യും. ദെൻ y ഈക്വൽ ടു ജാവ സ്ക്രിപ്റ്റ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ എക്സിലേക്ക് വെൽക്കം എന്ന സ്ട്രിങ് സ്റ്റോർ ചെയ്തു, വൈയിലേക്ക് ടു ജാവ സ്ക്രിപ്റ്റ് എന്ന സ്ട്രിങ് സ്റ്റോർ ചെയ്തു. ഓക്കെ, നെക്സ്റ്റ് സെറ്റ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സ്ട്രിങ് വെൽക്കം ആണ്, സെക്കൻഡ് സ്ട്രിങ് ടു ജാവ സ്ക്രിപ്റ്റ്. ഇത് നമ്മൾ കമ്പൈൻ ചെയ്യും, ജോയിൻ ചെയ്തിട്ട് സെറ്റിലേക്ക് സ്റ്റോർ ചെയ്യും. ഓക്കെ, സെറ്റ് നമ്മൾ പ്രിന്റ് ചെയ്യാൻ ശ്രമിച്ചു. അപ്പോൾ പ്രിന്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് ഡോക്യുമെന്റ് ഡോട്ട് റൈറ്റ് ബ്രാക്കറ്റിൽ സെറ്റ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത് വെൽക്കം ടു ജാവ സ്ക്രിപ്റ്റ് എന്ന സിംഗിൾ സ്ട്രിങ് ആയി കിട്ടും. രണ്ടും നമ്മൾ കമ്പൈൻ ചെയ്ത ഒരു സിംഗിൾ സ്ട്രിങ് നമുക്ക് അവൈലബിൾ. അങ്ങനെ നമുക്ക് യൂസ് ചെയ്യുന്ന കോൺകാറ്റനേഷൻ ഓപ്പറേറ്റർ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്, സാധാരണ എക്സാമിന് ചോദിക്കാറുണ്ട്, ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ജാവാസ്ക്രിപ്റ്റിൽ പ്ലസ് ഓപ്പറേറ്റർ നമുക്ക് രണ്ട് സ്ട്രിങ്ങിനെ പരസ്പരം കമ്പൈൻ ചെയ്യാനും യൂസ് ചെയ്യാം. ദി പ്ലസ് ഓപ്പറേറ്റർ ബിഹേവ്സ് ഡിഫറെൻ്റ്ലി ബേസ്ഡ് ഓൺ ടൈപ്പ് ഓഫ് ഓപ്പറൻസ്. ഈ പ്ലസ് ഓപ്പറേറ്റർ എന്ന ഈ ഓപ്പറേറ്റർ അതിൽ യൂസ് ചെയ്യുന്ന ഓപ്പറൻസിനെ ബേസ് ചെയ്തിട്ട് ഡിഫറെൻ്റ് ആയിട്ട് ബിഹേവ് ചെയ്യുന്ന പറഞ്ഞിരിക്കുന്നത്. നോക്കാം എന്താണുള്ളത്. ഇഫ് ദി ഓപ്പറൻസ് ആർ നമ്പേഴ്സ്, നമ്മൾ കൊടുക്കുന്ന ഓപ്പറൻസ് നമ്പേഴ്സ് ആണെങ്കിൽ അത് പരസ്പരം ആഡ് ചെയ്യും, ആഡ് ടുഗദർ. ഇഫ് ദി ഓപ്പറൻസ് ആർ സ്ട്രിങ്, നമ്മൾ കൊടുക്കുന്നത് ഓപ്പറൻ്റായി കൊടുക്കുന്നത് സ്ട്രിങ് ആണെങ്കിൽ അത് നമ്മൾ കോൺകാറ്റനേറ്റ് ചെയ്യും, അത് പരസ്പരം ജോയിൻ ചെയ്യും. ഓക്കെ, അപ്പോൾ ഓപ്പറൻസിനനുസരിച്ചാണ് പ്ലസ് ഓപ്പറേറ്റേഴ്സിന്റെ പെർഫോമൻസ് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, എക്സാമ്പിൾ നോക്കാം. വേർ എക്സ് വൈ സെറ്റ്, മൂന്ന് വാരിയബിൾസ്. അടുത്തത് എക്സ് ഈക്വൽ ടു 23 എന്ന വാല്യൂ കൊടുത്തു, സ്ട്രിങ് ആയിട്ട് നമ്മൾ കൊടുത്തു. ദെൻ വൈ ഈക്വൽ ടു 5 എന്ന് കൊടുത്തു. ഓക്കെ, സെറ്റിലേക്ക് അത് നമ്മൾ കമ്പൈൻ ചെയ്യാൻ ശ്രമിച്ചു. അപ്പോൾ സെറ്റ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൽ ഫസ്റ്റ് എക്സിന്റെ വാല്യൂ സ്ട്രിങ് ആണ്, വൈയുടെ വാല്യൂ 5 ആണ്, അതായത് നമ്പറാണ്. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും ഇതിൻ്റെ ഔട്ട്പുട്ട് അവൈലബിൾ ആവുന്ന ഈ രീതിയിലായിരിക്കും. നോട്ട് ചെയ്യുക, ശ്രദ്ധിക്കുക. ഔട്ട്പുട്ട് വിൽ ബി 2, 3, 5. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സ്ട്രിങ്ങിൻ്റെ കൂടെ ഫസ്റ്റ് സ്ട്രിങ് ആയ 23 എന്നതിൻ്റെ കൂടെ 5 കൂടെ കമ്പൈൻ ചെയ്ത് വന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് 2, 3, 5 എന്നൊരു സിംഗിൾ സ്ട്രിങ് കിട്ടിക്കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഇവിടെ എക്സിൻ്റെ വാല്യൂ സ്ട്രിങ് ടൈപ്പാണ്, വൈയുടെ വാല്യൂ 5 ആണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സ്ട്രിങ്ങിൻ്റെ കൂടെ സെക്കൻഡ് വാല്യൂ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി, കമ്പൈൻ ചെയ്യാൻ സാധിച്ചു. ഓക്കെ, ഇനി അടുത്ത നമ്പർ ഫംഗ്ഷനാണ്. എന്താണ് നമ്പർ ഫംഗ്ഷൻ? ഇറ്റ് ഈസ് യൂസ് ടു കൺവേർട്ട് സ്ട്രിങ് ടൈപ്പ് ഡാറ്റ കണ്ടെയ്നിങ് ഇൻ ടു എ നമ്പർ ടൈപ്പ്. ഒരു സ്ട്രിങ്ങിൽ നമ്പർ ഉണ്ടെങ്കിൽ അതിനെ
നമ്പർ ടൈപ്പിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് നമ്പർ എന്ന ഫംഗ്ഷൻ. അതായത് ഒരു സ്ട്രിങ്ങിൽ എനി നമ്പേഴ്സ് എന്തെങ്കിലും നമ്പർ ഉണ്ടെങ്കിൽ ആ നമ്പറിനെ നമ്പർ ടൈപ്പിലേക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് നമ്പർ ഫംഗ്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, എക്സാമ്പിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്ലിയർ ആവും. ഓക്കെ, വേരിയബിൾ ക്രിയേറ്റ് ചെയ്ത് വേർ എക്സ് കോമ വൈ കോമ സെഡ് 3 വേരിയബിൾസ് ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, എക്സ് ഈക്വൽ ടു നേരത്തെ പറഞ്ഞ പോലെ 23 എന്ന വാല്യൂ കൊടുത്തു സ്ട്രിങ് ആയിട്ട്. വൈ ഈക്വൽ ടു നേരത്തെ പറഞ്ഞ പോലെ 5 കൊടുത്തു കഴിഞ്ഞു. ദെൻ സെഡിലേക്ക് ആഡ് ചെയ്യാൻ ശ്രമിച്ചു. സെഡ് ഈക്വൽ ടു നമ്മൾ പറഞ്ഞു നമ്പർ ഓഫ് എക്സ് എന്ന് പറഞ്ഞു. ദെൻ പ്ലസ് നമ്മുടെ ഓപ്പറേറ്റർ കോൺകാറ്റനേഷൻ ഓപ്പറേറ്റർ വൈ കൊടുത്തു കഴിഞ്ഞു. ഓക്കെ, കൊടുത്തു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് വിൽ ബി 28 എന്നായിരുന്നു. ഓക്കെ, എങ്ങനെയാണത് കിട്ടുന്ന നോക്കാം. നമ്മൾ നമ്പർ ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത് ഒരു സ്ട്രിങ്ങിനകത്ത് നമ്പർ ഉണ്ടെങ്കിൽ ആ ഒരു സ്ട്രിങ്ങിനെ നമ്പർ ടൈപ്പിലേക്ക് മാറ്റാനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, നമ്പർ ഓഫ് ഫംഗ്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എക്സിന്റെ വാല്യൂ 23 എന്നത് സ്ട്രിങ് ആണ്. ഓക്കെ, വൈയുടെ വാല്യൂ 5 ആണ്. അപ്പം നമ്മൾ എന്ത് ചെയ്തു, എക്സിന്റെ വാല്യൂ ഈ സ്ട്രിങ് ടൈപ്പിൽ നിന്ന് എങ്ങോട്ട് മാറ്റി, നമ്പറിലേക്ക് മാറ്റി. ഓക്കെ, അപ്പോൾ ഈ സ്ട്രിങ് ടൈപ്പ് പോയി കഴിഞ്ഞാൽ അവിടെ എന്തായി 23 ആയി കഴിഞ്ഞു. ഓക്കെ, 23 ആയി കഴിഞ്ഞു. ഓക്കെ, ആ 23 കൂടെ നമ്മൾ 5 പ്ലസ് ചെയ്തു. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 28. ഓക്കെ, വൺസ് അഗെയിൻ 23 എന്ന സ്ട്രിങ്ങിനകത്ത് 23 എന്ന നമ്പറുണ്ട്. ഈ നമ്പറിനെ നമ്പർ ടൈപ്പിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് നമ്പർ ഓഫ് ഫംഗ്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് 23 ആക്ച്വൽ നമ്പർ ആയി കഴിഞ്ഞു. ഓക്കെ, പ്ലസ് 5 അപ്പോൾ 28 എന്ന വാല്യൂ നമുക്ക് അവൈലബിൾ ആയി കഴിഞ്ഞു. ഓർത്തിരിക്കുക, ഇതും ഇമ്പോർട്ടൻ്റ് ഒരു ഫംഗ്ഷനാണ്, സാധാരണ ചോദിക്കാറുണ്ട്. ഓക്കെ, അടുത്തത് കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. ഈ കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ C++ വളരെ ഡീപ്പായിട്ട് ഡിസ്കസ് ചെയ്തതാണ്. അതേ സെയിം ഓപ്പറേഷനാണ് ഇവിടെയും നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് യൂസ്ഡ് ടു ചേഞ്ച് ഓർ ആൾട്ടർ ദി സീക്വൻഷ്യൽ ഫ്ലോ ഓഫ് എക്സിക്യൂഷൻ ഇൻ അവർ പ്രോഗ്രാം. നമ്മുടെ പ്രോഗ്രാമിലെ സീക്വൻസ് എക്സിക്യൂഷൻ, പ്രോഗ്രാമിൻ്റെ കണ്ടിന്യൂസ് ആയുള്ള എക്സിക്യൂഷൻ നമുക്ക് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ആൾട്ടർ ചെയ്യണം, ചേഞ്ചസ് വരുത്തണം. അതിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, ഈ കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ പഠിച്ചാണ്. ഈഫ് സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, ഈഫ് എൽസ് സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, സ്വിച്ച് സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, ലൂപ്പ് സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. ഓക്കെ, ഇതിൽ ഫസ്റ്റ് ഏതാണ്, ഈഫ് സ്റ്റേറ്റ്മെൻ്റ് ആണ്, സിമ്പിൾ ഈഫ് സ്റ്റേറ്റ്മെൻറ്റ്. ഇറ്റ് ഈസ് യൂസ് ടു എക്സിക്യൂട്ട് എ സ്റ്റേറ്റ്മെൻറ്റ് ബേസ്ഡ് ഓൺ സം കണ്ടീഷൻ. എന്തെങ്കിലും ഒരു കണ്ടീഷൻ അനുസരിച്ച് ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഈഫ് സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്. എക്സാമ്പിൾ ചെയ്ത് നോക്കാം. ആദ്യം സിൻടാക്സ് ഇങ്ങനെ വരുന്നത്, ഇഫ് condition, then statement. Okay, then area closing. ഇതാണ് if സ്റ്റേറ്റ്മെന്റിന്റെ സിൻടാക്സ്, സിമ്പിൾ if സ്റ്റേറ്റ്മെന്റ് സിൻടാക്സ്. ഓക്കെ, അടുത്തത് if else സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, അതിന്റെ സിൻടാക്സ് നോക്കാം. if നേരത്തെ പറഞ്ഞ പോലെ കണ്ടീഷൻ, ദെൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് സ്റ്റേറ്റ്മെന്റ് 1, ദെൻ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത്, ദെൻ ഇഫ് എൽസ് ആണ്. അപ്പോൾ എൽസ് ഓപ്പൺ ചെയ്ത് സ്റ്റേറ്റ്മെന്റ് 2, then ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യും. ഇതാണ് if else സ്റ്റേറ്റ്മെന്റ്. വൺസ് അഗെയിൻ if else ആകുമ്പോൾ ആദ്യം കണ്ടീഷൻ കൊടുക്കുന്ന, കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് വർക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് വർക്ക് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇതിന് രണ്ടും കൂടെ എക്സാമ്പിൾ നമുക്ക് ഒന്നിച്ച് ചെയ്യാം. എക്സാമ്പിൾ ഫസ്റ്റ് നമ്മൾ വേർ
ഡേ ഒരു വാരിയബിൾ ഉണ്ടായിരിക്കുകയാണ്. ഓക്കെ, ഡേ ഈക്വൽ ടു 2 എന്ന് പറയും. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞു ഇഫ് ഡേ ഈക്വൽ ടു 2 ആണെങ്കിൽ ഡോക്യുമെന്റ് ഡോട്ട് റൈറ്റ് ബ്രാക്കറ്റില മൺഡേ എന്ന് പറഞ്ഞു. ഓക്കെ, നെക്സ്റ്റ് എൽസ് അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു ഡോക്യുമെന്റ് ഡോട്ട് റൈറ്റ് അതർ ഡേ മറ്റൊരു ദിവസം എന്ന് പറഞ്ഞു. ഓക്കെ, ദെൻ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. ഓക്കെ, നമ്മൾ യൂസ് ചെയ്യേണ്ട എല്ലാം സ്മോൾ കേസാണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, കീവേഡുകളെല്ലാം സ്മോൾ കേസാണ്. ഓക്കെ, ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഡേ എന്നൊരു വാല്യൂ ഉണ്ടാക്കി ഡേയിലേക്ക് നമ്മൾ 2 സ്റ്റോർ ചെയ്തു. ഓക്കെ, ഡേയുടെ വാല്യൂ 2 ആണെങ്കിൽ എന്ത് പ്രിന്റ് ചെയ്യണം? മൺഡേ എന്ന് പ്രിന്റ് ചെയ്യണം. ഓക്കെ, 2 ആണെങ്കിൽ മാത്രം. അല്ലെങ്കിൽ എന്ത് പ്രിന്റ് ചെയ്യണം? അതർ ഡേ മറ്റേതെങ്കിലും ദിവസം എന്ന് പ്രിന്റ് ചെയ്യണം. ഓക്കെ, പിന്നെ നമ്മൾ ഈ ഫെൽസ് എന്ന ഈ സ്റ്റേറ്റ്മെന്റ് എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ ഓക്കെ നെക്സ്റ്റ് ടോപ്പിക് സ്വിച്ച് സ്റ്റേറ്റ്മെന്റ് ആണ്. ദിസ് എ മൾട്ടി ബ്രാഞ്ചിങ് സ്റ്റേറ്റ്മെന്റ് ആൻഡ് ഈസ് സെയിം ആസ് ഇൻ C++. നമ്മൾ ഓൾറെഡി C++ ഡിസ്കസ് ചെയ്തതാണ്. മൾട്ടി ബ്രാഞ്ചിങ് സ്റ്റേറ്റ്മെന്റ് ആണ് സ്വിച്ച് സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, ഇനി നമുക്ക് അതിന്റെ സിന്റാക്സ് നോക്കാം. എന്താണ് സിന്റാക്സ് വരുന്നത്? ഫസ്റ്റ് വരുന്നത് സ്വിച്ച് ഓഫ് എക്സ്പ്രഷൻ or variable. ഓക്കെ, സ്വിച്ച് കേസ് സെൻസിറ്റീവ് ആണ്, തീർച്ചയായിട്ടും സ്മോൾ ലെറ്റർ വേണം. സ്വിച്ച്. ഓക്കെ, ദെൻ സ്വിച്ചിൻ്റെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യും. ഓപ്പൺ ചെയ്ത് ഫസ്റ്റ് പറയുക കേസ് 1. ഓക്കെ, കേസ് തീർച്ചയായിട്ടും സ്മോൾ ലെറ്റർ ആയിരിക്കണം. സി. കേസ് 1 ആണെങ്കിൽ നമ്മുടെ സ്റ്റേറ്റ്മെന്റ് പറയാം. സ്റ്റേറ്റ്മെന്റ് 1 എന്ന് പറയും. ഓക്കെ, കഴിഞ്ഞ ഉടനെ നമ്മൾ അതിനെ ബ്രേക്ക് ചെയ്യും. വീണ്ടും നമ്മൾ അടുത്ത കേസ് ചെക്ക് ചെയ്തിട്ട് കേസ് 2 ആണെന്ന് നോക്കാം. ഇവിടെ കോളാണ് വേണ്ടത്, 2 കുത്ത. ഓക്കെ, നെക്സ്റ്റ് ആ സ്റ്റേറ്റ്മെന്റ് കൊടുക്കുക. കേസ് 2ന്റെ സ്റ്റേറ്റ്മെന്റ് 2 എന്ന് കൊടുക്കുക. ഓക്കെ, വീണ്ടും നമ്മൾ എന്ത് ചെയ്തു? അതിനെ ബ്രേക്ക് ചെയ്തു. ഓക്കെ, ഇങ്ങനെ നമുക്ക് എത്ര വേണമെങ്കിലും ചെക്ക് ചെയ്യാം. കേസുകൾ എത്ര വേണമെങ്കിലും ചെക്ക് ചെയ്യാം. ഓക്കെ, അടുത്ത കേസ് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കും. ഓക്കെ, ഇനി ലാസ്റ്റ് നമ്മൾ പറഞ്ഞ കേസ് ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്നത് ഡിഫാൾട്ടാണ്. ഡിഫാൾട്ട്. ഓക്കെ, ഡിഫാൾട്ട് സ്മോൾ കേസ് ആയിരിക്കണം. ഡിഫാൾട്ട് ആണെങ്കിൽ നമ്മൾ പറഞ്ഞു സ്റ്റേറ്റ്മെന്റ് n എന്ന് പറഞ്ഞു. ഓക്കെ, നമ്മുടെ സ്വിച്ചിൻ്റെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ, അതങ്ങോട്ട് ക്ലോസ് ചെയ്യും. അപ്പോൾ സ്വിച്ച് സ്റ്റേറ്റ്മെന്റ് സിൻടാക്സ് ഉണ്ട്, നോക്കാം എങ്ങനെ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, സിൻടാക്സിന് സ്വിച്ച് ഓഫ് എക്സ്പ്രഷൻ ഓർ വാരിയബിൾ. എക്സ്പ്രഷൻ ആവാം അല്ലെങ്കിൽ വാരിയബിൾ ആവാം. ഓക്കെ, അപ്പോൾ സ്വിച്ചിൻ്റെ കേസ് ആയിരിക്കും ഈ വാരിയബിളായി വരുന്നത് അല്ലെങ്കിൽ എക്സ്പ്രഷനായി വരുന്നത്. അപ്പോൾ ആ കേസ് 1 ആണോ ആണെങ്കിൽ എന്ത് ചെയ്യും? സ്റ്റേറ്റ്മെന്റ് 1 വർക്ക് ചെയ്യും. വർക്ക് ചെയ്തിട്ട് ബ്രേക്ക് ചെയ്യും. 1 അല്ലെങ്കിൽ 2 ആണോ ചെക്ക് ചെയ്യും. ആണെങ്കിൽ സ്റ്റേറ്റ്മെന്റ് 2 വർക്ക് ചെയ്യും, എന്നിട്ട് ബ്രേക്ക് ചെയ്യും. ഓക്കെ, ഇനി ഇതിനകത്തുള്ള 1, 2, 3 ഒന്നുമല്ല, അല്ലെങ്കിൽ നമ്മൾ എവിടെ വർക്ക് ചെയ്യും? ഡിഫാൾട്ടിൽ വർക്ക് ചെയ്യും. അവിടെ പറയും സ്റ്റേറ്റ്മെന്റ് n. എന്നിട്ട് നമ്മൾ സ്വിച്ചിൻ്റെ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് കഴിയും. ഓക്കെ, ഇനി നമുക്കൊരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. അപ്പോൾ ക്ലിയർ ആവും. ഓക്കെ, ഇനി അതിൻ്റെ എക്സാമ്പിൾ എന്താണെന്ന് നോക്കാം. വേർ
ഡേ എന്നൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു. ഡേ ഈക്വൽ ടു 2 എന്ന വാല്യൂ അസൈൻ ചെയ്തു. ദെൻ സ്വിച്ച് ഓഫ് ഡേ. സ്വിച്ചിൻ്റെ കേസായിട്ട് എന്ത് വരണം? ഡേ വരണം. ഓക്കെ, ഇനി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ പറഞ്ഞു കേസ് 1 ആണോ നോക്കാം. കേസ് തീർച്ചയായിട്ടും സ്മോൾ ലെറ്റർ ആയിരിക്കണം. കേസ് 1 ആണെങ്കിൽ നമുക്ക് സൺഡേ എന്ന് പ്രിന്റ് ചെയ്യണം. അപ്പോൾ പറഞ്ഞു ഡോക്യുമെന്റ് ഡോട്ട് റൈറ്റ് പറഞ്ഞു സൺഡേ എന്ന് പറഞ്ഞു. ഓക്കെ, എന്നിട്ട് നമ്മൾ അതിനെ ബ്രേക്ക് ചെയ്തു. ശരിയാണെങ്കിൽ പ്രിന്റ് ചെയ്ത് ബ്രേക്ക് ചെയ്യും. ഓക്കെ, ദെൻ വീണ്ടും കേസ് 2 ആണെന്ന് നോക്കാം. ഓക്കെ, കേസ് 2 ആണെങ്കിൽ മൺഡേ എന്ന് പ്രിന്റ് ചെയ്യണം. അപ്പോൾ വീണ്ടും ഡോക്യുമെന്റ് ഡോട്ട് റൈറ്റ് ബ്രാക്കറ്റിന് പറഞ്ഞു മൺഡേ എന്ന് പറഞ്ഞു. ഓക്കെ, ആണെങ്കിൽ അത് പ്രിന്റ് ചെയ്തതിന് ശേഷം ബ്രേക്ക് ചെയ്തു. ഓക്കെ, ഇനി നമ്മൾ കുറേ സ്റ്റേറ്റ്മെന്റ് കൊടുത്തു. ഓക്കെ, ഇനി ഇത് മോള് പറഞ്ഞ കേസ് 1 അല്ല 2 അല്ല ഒന്നുമല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു ഡിഫോൾട്ട് എന്ന് പറഞ്ഞു ഡോക്യുമെന്റ് ഡോട്ട് റൈറ്റ് റോങ് ഡേ എന്ന് പറയും. നമ്മൾ പറഞ്ഞ ഡേ ഒന്നും അല്ലെങ്കിൽ തെറ്റായ ഒരു വാല്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. റോങ് ഡിജിറ്റ് ഒരു റോങ് ഡേ എന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമ്മുടെ സ്വിച്ചിൻ്റെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു, അത് നമ്മൾ ക്ലോസ് ചെയ്തു. ഓക്കെ, അപ്പോൾ അത് സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് എക്സാമ്പിൾ ആയിക്കോട്ടെ. ഓക്കെ, നമുക്ക് എങ്ങനെ വർക്ക് ചെയ്ത് നോക്കാം. ഡേ എന്ന വാല്യൂ ഉണ്ട്, അതിലേക്ക് 2 കൊടുത്തു. ഓക്കെ, സ്വിച്ച് ഓഫ് ഡേ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വിച്ചിൻ്റെ കേസായിട്ട് ഡേ വരും. ഡേ 1 ആണോ നോക്കും, ആണെങ്കിൽ സൺഡേ പ്രിന്റ് ചെയ്യും, ഇത് ബ്രേക്ക് ചെയ്യും. കേസ് 2 ആണോ നോക്കും. ഓക്കെ, 2 ആണെങ്കിൽ ഡോക്യുമെന്റ് ഡോട്ട് റൈറ്റ് മൺഡേ എന്ന് പ്രിന്റ് ചെയ്യും, ഇത് ബ്രേക്ക് ചെയ്യും. ഓക്കെ, കണ്ടിന്യൂസ് ആയി ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, ഈ ഒരു പ്രോഗ്രാമിൽ റിസൾട്ട് എന്തായിരിക്കും? തീർച്ചയായിട്ടും മൺഡേ, കാരണം ഡേയിൽ 2 ഉണ്ട്. അപ്പോൾ സ്വിച്ചിൻ്റെ കേസായിട്ട് എന്ത് വരും? 2 എന്ന വാല്യൂ വരും. അപ്പോൾ തീർച്ചയായിട്ടും 1 അല്ല, അപ്പോൾ എന്താ വന്നിരിക്കുന്നത്? 2 വന്നിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും മൺഡേ എന്നായിരിക്കും പ്രിന്റ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത സ്റ്റേറ്റ്മെന്റ് ലൂപ്പ് സ്റ്റേറ്റ്മെന്റ് ആണ്. ലൂപ്പ് സ്റ്റേറ്റ്മെന്റ് ആർ യൂസ്ഡ് ടു എക്സിക്യൂട്ട് എ ഗ്രൂപ്പ് ഓഫ് ഇൻസ്ട്രക്ഷൻ റിപ്പീറ്റ്ലി. എ ഗ്രൂപ്പ് ഓഫ് ഇൻസ്ട്രക്ഷൻ കണ്ടിന്യൂസ് ആയിട്ട് റിപ്പീറ്റ് ചെയ്ത് വർക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ലൂപ്പ് സ്റ്റേറ്റ്മെന്റ്. ജാവാസ്ക്രിപ്റ്റിൽ നമ്മൾ 2 ലൂപ്പ് യൂസ് ചെയ്യുന്നുണ്ട്, ഫോർ ലൂപ്പ് ആൻഡ് വൈൽ ലൂപ്പ്. ഓക്കെ, ഫോർ ലൂപ്പ് അതിന്റെ സിന്റാക്സ് നോക്കാം. ഫസ്റ്റ് ഫോർ initialization, semicolon, then test expression, then semicolon, then update expression, then once again for initialization, test expression, update expression. Okay, then നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് പറയാം ബോഡി ഓഫ് ലൂപ്പ് സെമിക്കോളൻ, then ലൂപ്പ് ഏരിയ ക്ലോസ് ചെയ്യാം. ഓക്കെ, ഇതാണ് ഒരു ഫോർ ലൂപ്പിൻ്റെ സിൻടാക്സ്. ഓക്കെ, എക്സാമ്പിൾ വേർ എക്സ് equal to x for x equal to 1, then x less than or equal to 10, semicolon, then x plus plus.
അപ്ഡേറ്റ് എക്സ്പ്രഷൻ. ഓക്കെ, നേരത്തെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് പറഞ്ഞു ഡോക്യുമെന്റ് ഡോട്ട് റൈറ്റ് നമ്മുടെ എക്സിനെ പ്രിന്റ് ചെയ്യാൻ പറഞ്ഞു. ദെൻ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നു. ഓക്കെ, ഇപ്പോൾ 10 വരെ പ്രിന്റ് ചെയ്യണം, 10 വരെ പ്രിന്റ് ചെയ്യേണ്ട ഒരു ഫോർ ലൂപ്പ് എക്സാമ്പിളാണിത്. ഓക്കെ, ഫസ്റ്റ് എക്സിൻ്റെ വാല്യൂ 1 ആണ്. ഓക്കെ, ആ 1ഉം 10ഉം കമ്പയർ ചെയ്ത് 2 ആണെങ്കിൽ ലൂപ്പ് വർക്ക് ചെയ്യും. ഓക്കെ, ഒരാണ് പ്രിന്റ് ചെയ്യും. പ്രിന്റ് ചെയ്യുന്നത് എന്ത് ചെയ്യും? അപ്ഡേറ്റ് ചെയ്യും. വീണ്ടും എക്സിൻ്റെ വാല്യൂ അപ്ഡേറ്റ് ചെയ്ത് 2 ആകും. 2ഉം 10ഉം നമ്മൾ ചെക്ക് ചെയ്യും. 2 ആവും. 2 ആകുമ്പോൾ വീണ്ടും എന്ത് ചെയ്യും? ഒരു തവണ പ്രിന്റ് ചെയ്യും. അങ്ങനെ 10 വരെ നമുക്ക് പ്രിന്റ് ചെയ്യാൻ സാധിക്കും എക്സാമ്പിളാണ് ഇത്. ഓക്കെ, അടുത്തത് വൈൽ ലൂപ്പാണ്. വൈൽ ലൂപ്പ്. ഓക്കെ, വൈൽ ലൂപ്പിന്റെ സിന്റാക്സ് ഇങ്ങനെയാണ്. വൈൽ കണ്ടീഷൻ, ദെൻ ബ്രാക്കറ്റിനകത്ത് ബോഡി ഓഫ് ലൂപ്പ്, body of a loop. Okay, then bracket close. Okay, അപ്പോൾ while loopന്റെ കണ്ടീഷൻ, while loopന്റെ സിന്റാക്സ് എങ്ങനെയാണ്? while condition സ്മോൾ ലെറ്റർ ആയിരിക്കണം. while condition ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ബോഡി ഓഫ് ലൂപ്പ് കൊടുക്കുക. എക്സാമ്പിൾ ചെയ്ത് നോക്കാം. where നേരത്തെ പറഞ്ഞ പോലെ എക്സ് ഈക്വൽ ടു 1, എക്സിലേക്ക് 1 കൊടുത്തു. ദെൻ പറഞ്ഞു വൈൽ എക്സ് കണ്ടീഷൻ എക്സ് ലെസ് ദാൻ ഈക്വൽ ടു 10 ആണെങ്കിൽ പറഞ്ഞു പ്രിന്റ് ചെയ്യാൻ പറഞ്ഞു. ഡോക്യുമെന്റ് ഡോട്ട് റൈറ്റ് എക്സിന് പ്രിന്റ് ചെയ്യാൻ പറഞ്ഞു. ഓക്കെ, ദെൻ നെക്സ്റ്റ് അപ്ഡേഷൻ എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് 1, ദെൻ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വർക്ക് ചെയ്ത് നോക്കാം. വേരിയബിൾ എക്സ് ഉണ്ട്, എക്സിലേക്ക് 1 കൊടുത്തു. 1 ലെസ് ദാൻ ഈക്വൽ ടു 10, കണ്ടീഷൻ 2 ആവും. 2 ആകുമ്പോൾ എന്ത് ചെയ്യും? ഡോക്യുമെന്റ് റൈറ്റ് എക്സിന് പ്രിന്റ് ചെയ്യും. പ്രിന്റർ എന്ത് ചെയ്യും? എക്സിനെ അപ്ഡേറ്റ് ചെയ്യും. എക്സ് 1 നിന്ന് 2 ആവും. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 2 ലെസ് ദാൻ ഈക്വൽ ടു 10. അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. ഫാൾസ് ആവുന്നവരെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, ഇതാണ് വൈൽ ലൂപ്പിൻ്റെ എക്സാമ്പിൾ. ഓക്കെ.